കണ്ടെത്താറുണ്ട്. അപ്പം നമുക്ക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. നമുക്ക് അറിയാം എന്താണ് എന്താണ് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ആകാംക്ഷരായിരിക്കും, എങ്ങനെയാണ് എന്താണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, എന്തൊക്കെ കോഴ്സുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളത് ഒരു ആകാംക്ഷ കാണും. അപ്പൊ നമുക്ക് ആദ്യം എൻലേണിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ 2023 ജനുവരിയിൽ ഹിസ്റ്ററി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ് സഹൽ. അപ്പം അദ്ദേഹം ഫ്രീ ആയിട്ട് 50 അല്ലെങ്കിൽ 50 കുട്ടികളെയാണ് അദ്ദേഹം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഹിസ്റ്ററി ക്ലാസ്സിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് 50 കുട്ടികളെ പഠിപ്പിച്ചു. അതിൽ തന്നെ ആ 50 കുട്ടികൾ തുടങ്ങിയ സമയത്താണ് കേട്ടോ, അതിൽ തന്നെ 25 കുട്ടികളും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അങ്ങനെ എക്സാംസ് ക്രാക്ക് ചെയ്തു. അപ്പൊ എന്താ നമുക്ക് പറയാം, 50% കുട്ടികളും നമ്മുടെ ക്രാക്ക് ചെയ്തു എൻലേൺ കോച്ചിങ് കൊണ്ട്. അപ്പം അങ്ങനെ ഇതൊന്ന് സക്സസ് ആയപ്പോൾ, അതായത് 50% കുട്ടികളും ഇത് സക്സസ് ആക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ PG കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തു അല്ലെ. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത്, അതായത് കഴിഞ്ഞ വർഷത്താണ്, 320 കുട്ടികളായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. 320 കുട്ടികൾ. അതിൽ തന്നെ 294 കുട്ടികളും പാസ് ഔട്ട് ആയി. അതായത് നല്ല മാർക്കോട് കൂടി, അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടി കുറെ പേർക്ക്, നമ്മുടെ NIT അങ്ങനെ നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ അവർ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ നമുക്ക് പറയുമ്പോൾ 94% സ്റ്റുഡൻസ് ആണ് അല്ലെ. നമ്മൾ ഈ 320 294 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം, ഒരു 94% സ്റ്റുഡൻസും നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്കോട് കൂടി എൻലേണിന്റെ കോച്ചിങ്ങിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ എൻലേൺ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് വന്നത് അല്ലെ, റണ്ണിങ് പൊസിഷനിലോട്ട് വന്നത്. എൻലേൺ പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഇത്രയും പ്രശസ്തമായതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, UGC നെറ്റ്, CCR നെറ്റ്, അങ്ങനെ ഓരോ CUET ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ പല പബ്ലിക് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത്, അങ്ങനെ ഓരോ കോച്ചിങ്ങും എൻലേൺകാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം 2025 800 കുട്ടികളാണ് എൻലേണിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആ 800 കുട്ടികളിൽ തന്നെ 600 കുട്ടികളും നമ്മുടെ ഈ ഒരു കോച്ചിങ് കൊണ്ട് പല വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പ്രവേശനം നേടി. ഇപ്പം വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ IIT വരും, NIT വരുന്നുണ്ട്, അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി, പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം നമ്മുടെ ആ ഒരു വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പ്ലേസ് ആയിട്ടുണ്ട് എൻലേണിൽ പഠിച്ച കുട്ടികൾ. അപ്പൊ ഈ ഒരു പഠിച്ച കുട്ടികൾ തന്നെ ഈ ഒരു എൻലേൺ വഴി ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ കയറിയ കുട്ടികൾക്ക് തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഫസ്റ്റ് റാങ്കും ടോപ്പ് 500 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ക്രെഡിറ്റും ഉള്ളത് നമ്മുടെ എൻലേണിന് വേണ്ടി മാത്രമാണ്. ഈ എൻലേണും കുട്ടികളുടെ പ്രയത്നവും കാരണമാണ് നമ്മുടെ എൻലേൺ ഇത്രയും വളർന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ്, അവരുടെ എന്താ പറയാ, അവരുടെ കുട്ടികളോടുള്ള സമീപനം, അതെല്ലാം കൂടി കൊണ്ടാണ് നമ്മുടെ എൻലേൺ ഇത്രയും അധികം മുന്നിലോട്ട് വന്നത്. അതും പെട്ടെന്ന് തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, 2023 നമ്മുടെ എൻലേൺ സ്റ്റാർട്ട് ചെയ്തത്. 25 ആയപ്പോഴത്തേക്കും കേരളയിലെ മികച്ച കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് തന്നെയായിട്ട് നമ്മുടെ എൻലേൺ മാറി. പിന്നെ നമ്മുടെ എൻലേണിൽ ഒരു മോട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും ഓരോ ഒബ്ജക്റ്റീവ് കാണും അല്ലെ. അതുപോലെ തന്നെ എൻലേണിലുള്ള ഒബ്ജക്റ്റീവ് ആണ് കുറഞ്ഞ വിലയ്ക്ക്, അതായത് ബാക്കി നമ്മൾ ഓരോ കോച്ചിങ് സെന്ററിലൊക്കെ കാണുന്നതായിരിക്കും നല്ല വിലയാണ് ഓരോ കോച്ചിങ്ങിനും അവർ കൊടുക്കുന്നത്. പക്ഷെ എൻലേണിനെ പ്രത്യേകതയാക്കുന്നത് അത് തന്നെയാണ്. വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഇവരെല്ലാം കുട്ടികളെ പാസ്സായിട്ടാക്കി, അല്ലെങ്കിൽ അവർ നല്ല നല്ല യൂണിവേഴ്സിറ്റിയിൽ അവർ പറഞ്ഞു വിടുന്നത്. അത് എല്ലാ കോച്ചിങ് സെന്ററിലും അങ്ങനെ ഉണ്ടാവണം എന്നില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ ഈ ഒരു തുടങ്ങിയ സമയത്തിന് അടുത്ത വർഷം തന്നെ 2024 ആയിരുന്ന സമയത്ത് 800 കുട്ടികളിൽ തന്നെ നല്ല രീതിയിൽ പാസിംഗ് റേറ്റ്, അതായത് 94% ഒക്കെയാണ് നമ്മുടെ പാസിംഗ്, അല്ലെങ്കിൽ നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ കുട്ടികൾ കയറി പറ്റിയത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എൻലേണിനെ മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇപ്പൊ നമ്മുടെ എൻലേണിൽ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചതിന് കുറെ കുട്ടികൾ, കുറെ അധികം എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരുണ്ട്. ഇവരെല്ലാം വലിയ വലിയ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വലിയ വലിയ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഇവരെല്ലാം ഇപ്പോൾ നല്ല മികച്ച രീതിയിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇന്ന് നമുക്ക് ഫുഡ് സയൻസ് ടെക്നോളജിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തുടങ്ങിയ സമയത്ത്
ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് നമുക്ക് 2 സ്പീക്കർ സെഷൻസ് ആണ് ഉള്ളത്. അപ്പം ആദ്യം നമുക്കിത് പറഞ്ഞു തരുന്നത് അർഷദ് PP ആണ്. അപ്പം അർഷദ് PP നമ്മുടെ എന്താണ് കാര്യം എന്താണ് ആരാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ മാസ്റ്റേഴ്സ് ചെയ്തേക്കാണ്, മാസ്റ്റർ ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ചെയ്തേക്കാണ്. അപ്പം അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഒരാളാണ് അർഷദ് PP. ഇനി അദ്ദേഹം നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരും. എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ? നമ്മുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോവുക, അല്ലെങ്കിൽ നമുക്കിനി എന്തൊക്കെ എന്താ പറയാ, നമ്മൾ ഈ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്കിനി എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ ഒരു കോഴ്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് അത് നമ്മൾ ഇന്ന് അറിയും. പിന്നെന്താണ് നമ്മുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പൊതുവെ ഒരു യുണീക് കോഴ്സ് ആണ് അല്ലെ? അപ്പം അത് എന്തുവാണ് മൊത്തത്തിൽ ആ ഒരു കോഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അർഷദ് PP സർ പറഞ്ഞു തരും. പിന്നെ എന്ത് തരും, നമ്മുടെ എങ്ങനെ നമ്മൾ ഈ ഒരു കോഴ്സിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് കിട്ടാനായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ അത് ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞു തരും. പിന്നെ അറിയാലോ, നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും നമ്മൾ ഓരോ ഫോക്കസ് ഏരിയ ഉണ്ട്. നമ്മൾ ഏതൊക്കെ ഫോക്കസ് ഏരിയയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വരേണ്ടത് എന്നുള്ളതും നമുക്ക് അർഷദ് PP സാർ ഇവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ലാസ്റ്റ് നമുക്ക് Q&A സെഷൻ കാണും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സാറിനോട് ചോദിക്കാവുന്നതാണ്. സർ പ്ലീസ്. സോ ഓഡിബിൾ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്ക്രീൻ ഓൺ ആണ്, സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് തന്നെ ഒന്നുകൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ പേര് അർഷദ്. ഞാൻ ഈ വർഷം MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ അൺലേണിന്റെ കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഈ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ CUT ട്രെയിനിങ് എന്ന രീതിയിൽ എൻട്രൻസിങ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷമാണ്, ഫസ്റ്റ് ബാച്ച് ആണ്. സോ അന്ന് ഞാനായിരുന്നു ട്യൂട്ടേഴ്സിന്റെ ഇടയിൽ ഒരു ട്യൂട്ടർ ഞാനായിരുന്നു. സോ ഞാൻ അൺലേണിന്റെ ഒരു ഫാക്കൽറ്റിയും കൂടെയാണ്. സോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എന്താണ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, എന്തുകൊണ്ട് നമ്മൾ ഇതിന്റെ PG എടുക്കണം, എവിടെയാണ് PG എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് ടെക്നോളജി, ഈ ഒരു ഫുഡ് ടെക്നോളജി ഈ സെഷനിൽ നിൽക്കുന്നവർ ഭൂരിഭാഗം പേരും ബാച്ചിലേഴ്സ് ഇൻ ടെക്കോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സോ കാര്യങ്ങളോ പഠിക്കുന്നവരായിരിക്കും. സോ ആദ്യം തന്നെ ഈ ഒരു ഫുഡ് ടെക്കിന്റെ സ്കോപ്പ്, ഇപ്പോൾ അത് MSc BSc അങ്ങനെയൊന്നുമല്ല, ഒരു ഫുഡ് ടെക്നോളജി ഫീൽഡ് സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്കോപ്പും കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത്. സോ ഇനി ജോബ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും 4 സെക്ടറിലാണ് ജോബ് വരുന്നത്. അതിൽ തന്നെ പല ഡിവിഷനും വരുന്നുണ്ട്. സോ ഫസ്റ്റ് വരുന്നത് ഫുഡ് മാനുഫാക്ചറിങ് കമ്പനീസിൽ, മാനുഫാക്ചറിങ് ഏരിയയിൽ, അതായത് ഫുഡ് പ്രോസസ്സിങ്, ആ ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ്ങിൽ ഒരു ജനറലി ഒരു 3 വിഭാഗത്തിൽ നമുക്ക് എന്ത് ഫുഡ് ടെക്നോളജിക്ക് എന്തുണ്ട് സ്കോപ്പ് ഉണ്ട്. ഒന്ന് QA ആൻഡ് QC, അതായത് ക്വാളിറ്റി കൺട്രോൾ കാര്യങ്ങളാണ്, ലാബ് വർക്ക് കാര്യങ്ങൾ. ഇപ്പോൾ ഓൺലൈൻ ക്വാളിറ്റി ചെക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്, ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ മുതൽ ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ജോബ്. ഇപ്പോൾ അതിലെന്താവും സാമ്പിളിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എന്താവും ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളും. പിന്നെ മൈക്രോബയോളജി വരെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് വരുന്നുണ്ട്, ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിൽ വരുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും ഫുഡ്ടെക്കാരെ ഹയർ ചെയ്യാറുണ്ട്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സൂപ്പർവൈസ് ചെയ്യുക, അതായത് ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം, നോക്കി നടത്തുന്ന ആ ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയ, ഫുഡ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, അസിസ്റ്റന്റ്, അങ്ങനെ ഓരോ ജോബ് ലെവൽ അനുസരിച്ചുണ്ട് പ്രൊമോഷനും കാര്യങ്ങളും. അതിനനുസരിച്ച് ടോപ്പ് ലെവലിലേക്ക് എത്തും. പിന്നെ വരുന്നതാണ് R&D എന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഈ ഒരു പോസ്റ്റാണ് കൂടുതലായിട്ടും ഹയർ പേയിങ് പോസ്റ്റ് വരുന്നത്, വരുന്നത്. സോ അത് എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓൺഗോയിങ് കമ്പനി, ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് പുതിയ എന്തെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നടത്തുന്ന റിസർച്ചും കാര്യങ്ങളും. അപ്പോൾ ഒരു ഹൈ കമ്പനി, വലിയ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം വരെ ഉണ്ടാവും. സോ അത്തരം ഫീൽഡ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. ഇതിൽ വരുന്നത് ഒന്നെങ്കിൽ നല്ല ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും.
പിന്നീട് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹയർ ചെയ്യുന്നവരെയുണ്ട്. ഈ ഒരു R&D ഡിപ്പാർട്ട്മെന്റ് എക്സ്പീരിയൻസ് ബേസിൽ R&D ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ PG എടുത്തു കഴിഞ്ഞാൽ R&D അസിസ്റ്റന്റ് പോയി അങ്ങനെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഈ ഒരു R&D ഫീൽഡിലുണ്ട്. സോ ഒരു മാനുഫാക്ചറിങ് സെക്ടറിലാണ് കൂടുതൽ പേരും എന്തുണ്ട് ജോബ് കണ്ടെത്തുന്നത്. ഇതൊരു പ്രൈവറ്റ് ഫീൽഡിലാണ്. പിന്നെ കാറ്ററിംഗ് ഫീൽഡാണ് വരുന്നത്. കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അങ്ങനത്തെ ആ ടൈപ്പ് അല്ല, യൂറോപ്യൻ കൺട്രി അല്ലാതെ പിന്നെ ഈ അറേബ്യൻ സർ സ്പെക്കാവുണ്ട്. യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും പ്രൈവറ്റ് കോളേജസും കേരളത്തിലും പിന്നെ ഇന്ത്യയിൽ കുറെ ഉണ്ട്. സോ അവിടെ ടീച്ചിങ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചിങ്ങും എന്താണ് ഒരു ഫുഡ് ടെക്നോളജി സബ്ജക്ട് ടീച്ച് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് വേണം, നമുക്ക് ഒരു ഫുഡ് ടെക്നോളജി ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ വേണ്ടി വരും. പിന്നെ വരുന്നത് ഗവൺമെന്റ് ജോബ്സ് ആണ്. ഗവൺമെന്റ് ജോബ്സ് വളരെ ലിമിറ്റഡ് ആണ്, എപ്പോഴും എക്സാംസ് വരാറില്ല. ബട്ട് ഈ എക്സാമിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഫുഡ് ടെക്നോളജി ഡിഗ്രി വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് എഫ് എസ് ഒക്ക് ഫുഡ്ടെക് മാത്രമല്ല വേറെ ഡിഗ്രി ഉണ്ട്. എന്നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഒരു 90% നമ്മുടെ ഒരു ഫുഡ് ടെക്നോളജി സിലബസിൽ നിന്നാണ് ഈ ഗവൺമെന്റ് ജോബ്സിനും കാര്യങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ കേരള ഇത് രണ്ടും PSC ആണ്. PSCന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പറഞ്ഞ പോസ്റ്റും ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ CFSO സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ആണ്. ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. സോ ഇതും ഒരു 2-3 വർഷത്തിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരാറുണ്ട്. സോ അതിന്റെയും ഈ സിലബസിൽ വരുന്ന ഒരു മേജർ ടോപ്പിക്കാണ് ഫുഡ് ടെക്നോളജിയിൽ നിന്നാണ് അത് ക്വസ്റ്റ്യൻസ് അധികം വരാറുള്ളത്. പിന്നെ ജനറൽ പോർഷൻസും കാര്യങ്ങളും CFSOയിലുണ്ട്. സ്റ്റേറ്റ് FSOയിൽ പ്യുവർ ആയിട്ട് ഫുഡ് ടെക്നോളജി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല ഗവൺമെന്റിന്റെയും ഇപ്പോൾ കേരളത്തിന്റെ FSO മാത്രമല്ല ആസാം അങ്ങനെ ഹിമാചൽ പല സ്റ്റേറ്റിന്റെയും FSO എക്സാം വരാറുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു സ്റ്റേറ്റിലാവണമെന്നില്ല, വേറെ സ്റ്റേറ്റുകാർക്കും എന്ത് ചെയ്യാം ആ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ അതിനെല്ലാം ഒരു ഫുഡ് ടെക് ഫീൽഡിൽ വരുന്നതാണ്. ഈ FSO ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ്. സോ അതിനെന്ത് വേണം, നമ്മൾ ഫുഡ് ടെക്നോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ വേണ്ടി വരും. സോ ഇതാണ് ജനറൽ ആയിട്ട് ഫുഡ് ടെക്കിൽ വരുന്നുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും. പക്ഷെ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കേട്ടിട്ടുണ്ടാവും ഫുഡ് ടെക്നോളജി ഡിഗ്രി കഴിഞ്ഞവർ പറയും ഈ ജോബിനൊന്നും എന്ത് വേണ്ട, MSc വേണ്ട, PG വേണ്ട, എക്സ്പീരിയൻസ് മതി. അത് ഒരു വിധത്തിൽ ശരിയാണ്. കാരണം നമ്മൾ ജോബ് കഴിഞ്ഞിട്ട് നേരെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹയർ പോസ്റ്റിലും കാര്യങ്ങളൊക്കെ എത്താം. പിന്നെ ഒരു സെനോറിയോ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് അവന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം എക്സ്പീരിയൻസ് പോയി, വേറൊരു സ്റ്റുഡന്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം PG പോയി. ഇവർ രണ്ടുപേരും ഒരു കമ്പനിക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുക എന്തായിരിക്കും, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനാവും. പക്ഷേ ഈ ഒരു MSc എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട്, അതായത് ഡിഗ്രി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ കോർ നോളജും കാര്യങ്ങളും ഒന്നും അത്ര ഡീപ്പായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. MSc എടുക്കുന്നതോടുകൂടെ നമ്മുടെ ആ ഒരു കോർ നോളജും കാര്യങ്ങളും ഡീപ്പായിട്ട് എടുക്കും. പിന്നെ ഈ ഒരു MSc ഇപ്പോൾ ഫസ്റ്റ് ജോബിനും കാര്യങ്ങൾക്കൊന്നും MSc എന്താണെന്നില്ല ഒരു ക്വാളിഫിക്കേഷൻ ആണെന്നില്ല. ബട്ട് ഇൻ കേസ് ഒരു ഹയർ പോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ R&D ഫീൽഡിലേക്ക് കയറണമെങ്കിൽ തന്നെ MSc എന്താകും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഒരു BSc മാത്രം എടുത്ത് എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്കൊരു MSc ഡിഗ്രി ആയിരിക്കും പല റെപ്യൂട്ടഡ് കമ്പനീന്റെയും ഒരു ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ആ MSc ആയിരിക്കും ഈ R&D ഫീൽഡിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. മാത്രമല്ല ചില ജോബ് ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും MSc എന്താണ് അത്യാവശ്യമാണ്. അതായത് PhDയും കാര്യങ്ങളും നെറ്റൊക്കെ എഴുതിയിട്ട് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും കാര്യങ്ങളൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് MSc അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ MSc കൂടുതൽ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് റിസർച്ച് സ്കില്ലും കാര്യങ്ങളും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഡിഗ്രിയിൽ നമ്മൾ കൂടുതലായിട്ടും റിസർച്ചിനും കാര്യങ്ങൾക്കും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് നമ്മൾ PG കൂടെ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഡെസർട്ടേഷന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ അതോടുകൂടെ നമ്മുടെ ഇൻഡെപ്ത് നോളജ് കൂടുന്നതോട് കൂടെ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് ആ റിസർച്ച് സ്കില്ലും കാര്യങ്ങളും ഒരു ഡിസർട്ടേഷൻ അങ്ങനെ പല ഒരു ഡെസർട്ടേഷൻ എങ്ങനെ ടൈപ്പ് ചെയ്യണം,
അത്തരം പ്രസന്റേഷൻ സ്കിൽസ് അങ്ങനെ പല സ്കിൽസും വരുന്നത് നമ്മൾ ഈ ഒരു PG ചെയ്യുമ്പോഴാണ്. സോ അത് ഫസ്റ്റത്തെ ഒരു 2-3 വർഷം നമുക്ക് എന്തുണ്ടാവും സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു MSc കൊണ്ട് എന്തുണ്ടാവില്ല, ഒരു നഷ്ടവും കാര്യങ്ങളും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റഡി, ഫോർ എക്സാമ്പിൾ BSc കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു MSc എടുക്കും, നമുക്ക് അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്, നമുക്കിപ്പോ പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ BSc കഴിഞ്ഞിട്ട് നേരെ MSc കാര്യങ്ങളും ഫുഡ് ടെക്കിന്റെ MSc തന്നെ എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത് നിർബന്ധമാണെന്ന് പറയുന്നില്ല, ജോബിനും കാര്യങ്ങൾക്ക് എവിടെ പോയാലും ചിലപ്പോൾ BSc മാത്രം മതിയായിരിക്കും ബേസിക് ക്രൈറ്റീരിയൻ. പക്ഷെ നമ്മുടെ ഒരു ഹയർ ജോബും കാര്യങ്ങളും അല്ലെങ്കിൽ ഹൈ പോസ്റ്റ് ആണ് നമ്മുടെ മൈൻഡിൽ എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അംബീഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ എത്തുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ R&D ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ MSc അത്യാവശ്യമാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ചിലവർ പറയുമ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. സോ ഒരു ഡിസ്റ്റന്റ് ആയിട്ട് PG എടുക്കുന്ന ആ ഒരു വാല്യൂ ആയിരിക്കില്ല നമ്മൾ ഇൻ ലൈഫിൽ നമ്മൾ PG എടുക്കുക. കാരണം നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെറുതെ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്ത് എക്സാം ചെയ്ത് കിട്ടുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ ഒരു നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫസറെ ക്ലാസ് കേട്ട് അവിടുന്ന് ലാബ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ആ ഒരു എക്സ്പീരിയൻസോട് കൂടെ നമ്മൾ PG കംപ്ലീറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന സ്കില്ലും കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ MSc ഇൻ ഫുഡ് ടെക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ MScക്ക് അഡ്മിഷൻ കിട്ടുന്നത്? ഇന്ത്യന്റെ കേസാണ് പറയുന്നത്. സോ ഫസ്റ്റ് ആണ് നമ്മൾ CUT PG എക്സാം ഉണ്ട്. അപ്പോൾ CUT PG എക്സാമിൽ ഫുഡ് ടെക്കിന്റെ പേപ്പർ കോഡ് എന്ന് പറയുന്നത് SCPQ12 പറഞ്ഞ പേപ്പർ കോഡാണ്. സോ ഈ ഒരു പേപ്പർ കോഡ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ മാർക്ക് കിട്ടിയാലാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും MSc ഫുഡ് സയൻസ് ടെക്നോളജിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പക്ഷെ വേറെ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവർക്ക് ഈ CUT എഴുതിയിട്ട് കാര്യമില്ല, സെപ്പറേറ്റ് എക്സാമും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്, എൻട്രൻസ് എക്സാം ഉണ്ടാവാറുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് കേരളത്തിലുള്ള വൺ ഓഫ് ദ മെയിൻ യൂണിവേഴ്സിറ്റിയാണ് കുഫോസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. സോ ആ ഒരു യൂണിവേഴ്സിറ്റി അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ടെക്കിന് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവർ CUT അണ്ടറിൽ വരുന്നില്ല. സോ ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, ഒന്ന് CUT അണ്ടറിൽ വരുന്നത്, അല്ലാതെ വരുന്ന യൂണിവേഴ്സിറ്റി അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സാമും കാര്യങ്ങളും ഉണ്ടാവും. സോ ഇപ്പോൾ CUT വഴി എക്സാം ചെയ്ത് ഈ ഒരു പേപ്പർ കോഡ് എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എന്ത് കിട്ടുക, MSc ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടും. സോ നിങ്ങൾക്ക് പിന്നെ ചില ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് ഒന്ന് നാഷണൽ റെക്കഗ്നീഷൻ, ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇന്ത്യയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ നാഷണലി റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതിന് ഡിഫറൻസ് വളരെ വലിയ ഡിഫറൻസ് തന്നെയാണ്. നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ നാട്ടിലെ ഈ കോളേജും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ്. അവിടെ നല്ല MSc ആണെന്നുണ്ടെങ്കിൽ നല്ല ഫീസ് വരുന്നുണ്ട്. സോ ഇവിടെ ആവുമ്പോൾ അഫോർഡബിൾ ട്യൂഷൻ ഫീ ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചത് പഞ്ചാബ് ആണ്. സോ ഇവിടെ ഒരു 2 വർഷത്തിൽ ട്യൂഷൻ ഫീ വരുന്നത് ഒരു 2 വർഷം കൂടെ ഒരു 40,000 അറൗണ്ട് ആണ്. അതിൽ സെക്യൂരിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 36,000-37,000 വരുന്നുള്ളൂ. പോണ്ടിച്ചേരി ആണെന്നുണ്ടെങ്കിലും ഏകദേശം സെയിം റേഞ്ച് ആണ്, 43-42. സോ ഇത് 2 വർഷത്തെ ഫീസാണ്. അത് സെമ്മ് വഴിയാണ് വെച്ചിട്ട് ടോട്ടൽ കൂട്ടുമ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ബട്ട് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൽ കാരണങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഒരു സെമ്മിന് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെമ്മിന് തന്നെ 40,000-30,000 ഇടയിൽ വരാറുണ്ട്. പിന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് ആണ് ഡൈവേഴ്സിറ്റി. നമുക്ക് പല സ്റ്റേറ്റിൽ നിന്നും പല ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഹിന്ദി, മലയാളം, തമിഴ്, പിന്നെ പല ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് കിട്ടും, എക്സ്പോഷർ കിട്ടും. സോ അങ്ങനെ നമുക്കൊരു എക്സ്പോഷർ കിട്ടും. നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിൽ വളരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവും. നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത്, മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും ഒരു ഡൈവേഴ്സിറ്റിന്റെ ഇടയിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ പല സ്റ്റേറ്റിൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റ്, പിന്നെ നോർത്ത്, ഫോർ എക്സാമ്പിൾ എന്റെ ക്ലാസ്സിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരെയുള്ള സ്റ്റുഡൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത്തരം ക്യാമ്പസിനുള്ളിൽ നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളും ഡെവലപ്പ് ആവും. സോ ഇത്തരം സ്കില്ല് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ ലാംഗ്വേജ്, നമ്മളെങ്ങനെ സംസാരിക്കുന്നു, അത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുക. സോ ഇത്തരം സ്കില്ലൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബെറ്റർ എക്സ്പോഷർ, അത് ഈ ഒരു സ്റ്റുഡൻസ് എക്സ്പോഷർ മാത്രമല്ല, നമുക്ക് അക്കാഡമിക്കലിയും കൂടുതൽ എക്സ്പോഷർ കിട്ടുക ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിന്നാണ്. ഫോർ എക്സാമ്പിൾ നാട്ടിലത്തെ ഒരു കോളേജിലുള്ള സെമിനാറും കാര്യങ്ങളൊക്കെ അവിടെ ആ ഏരിയയിലുള്ള
വലിയ വലിയ പ്രൊഫസേഴ്സും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഇന്റർനാഷണൽ നാഷണൽ സെമിനാർസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ സ്കോളർഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അതൊക്കെ നമുക്ക് കൂടുതൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നെ റിസർച്ചിന് ഫണ്ട് ഈസി ആയിട്ട് ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറ്റും. അത് നാട്ടിൽ പറ്റില്ല എന്നല്ല, ഇവിടെ കൂടുതലായിട്ട് എക്സ്പോഷർ ഉണ്ട്. കാരണം ആ ഒരു ഏരിയയിൽ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20 സ്റ്റുഡൻസിന് ഈ ഒരു ഫണ്ടിങ് നമുക്ക് സീനിയേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾ കൂടുതലായിട്ട് അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കും ഇത്തരം യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ. പിന്നെ ഹയർ സ്റ്റഡീസ് ആണ്, വീണ്ടും PhD കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾ, സോ നമ്മുടെ സീനിയേഴ്സിൽ നിന്നും കിട്ടുന്ന മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇത്തരം യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച സ്റ്റുഡൻസിന് അടുത്ത് കിട്ടുന്നുണ്ടാവും. പിന്നെ ഫാക്കൽറ്റീസ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ അത്തരം PhD കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. പിന്നെന്താണ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യും യൂണിവേഴ്സിറ്റീസിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഞ്ചാബ് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് സെം എന്താണ്, ഡെസർട്ടേഷൻ ആണ്, കമ്പൽസറി ഡെസർട്ടേഷൻ ആണ്. സോ ആ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിൽ പഞ്ചാബിൽ മാത്രം കേട്ടോ, ഒരു വർഷം ഫുൾ എന്താണ് റിസർച്ച് ആണ്, ഒരു വർഷം മാത്രമേ എന്തുള്ളൂ ക്ലാസ്സും കാര്യങ്ങളും അക്കാഡമിക്സും കാര്യങ്ങളും, അതായത് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ഒരു വർഷം കംപ്ലീറ്റ്ലി ഡെസർട്ടേഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഈ ഒരു അതിനെ അടുത്ത സെക്ഷനിൽ പറയും മോഡൽ യൂണിവേഴ്സിറ്റിന് ചെറിയ ചെറിയ ഡിഫറൻസ്. പിന്നെ വരുന്നത് ക്യാമ്പസ് ലൈഫ് ആണ്. ഒബ്വിയസ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഭയങ്കര നല്ലൊരു ക്യാമ്പസ് ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പി ജി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജിലൊക്കെ എന്താണ്, PG ഒരു ഉണങ്ങിയ തണുത്തൊരു രീതിയിലായിരിക്കും. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോണ്ടിച്ചേരി കാണുന്നുണ്ടെങ്കിൽ ക്യാമ്പസ് ലൈഫിൽ ഏറ്റവും അടിപൊളിയാണ്. നമ്മുടെ പഞ്ചാബിന്റെ സെക്കൻഡ് കേസിൽ പോണ്ടിച്ചേരിയും പഞ്ചാബും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ പോണ്ടിച്ചേരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്യാമ്പസ് ലൈഫും കാര്യങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. അപ്പോൾ ഹൈ എൻഡ് ലബോറട്ടറി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവും. ഹൈ എൻഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്റെ യൂണിവേഴ്സിറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ XRD, പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്റർ, അത്തരം ഹൈ ലെവല് കാര്യങ്ങളുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് ആക്സസ് ഉണ്ട്. ഇപ്പൊ റിസർച്ചിന് നമുക്ക് ഏത് ടൈപ്പ് എത്ര ഹൈ എൻഡ് എന്താണ് റിസർച്ച് ആണെന്നുണ്ടെങ്കിലും അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവൈലബിൾ ആണ്. അത് സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ലബോറട്ടറി എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സെപ്പറേറ്റ് ലബോറട്ടറി തന്നെ യൂണിവേഴ്സിറ്റിയിൽ വേറെ ഉണ്ട്. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ലാബ് ഉണ്ടാവും. സോ അതിൽ ബേസിക് ആയിട്ട് നമ്മൾ ഫുഡ് ആവശ്യമുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും എന്തായാലും പുതിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും തന്നെ ഈ യൂണിവേഴ്സിറ്റീസിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റല്, പിന്നെ സ്പോർട്സ് ഫെസിലിറ്റീസ്, ജിമ്മ്, അത്തരം കാര്യങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിന്റെ ഉള്ളിൽ തന്നെ എന്തായിരിക്കും പ്രൊവൈഡഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇനി ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു ഫുഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം, MSc കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിയിലാണ്. നമ്മൾ കേരളത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ഉള്ളത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണ്. അത് IIRF റാങ്കിങ് 2025 ഓവറോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിൽ 11 വരുന്നത്. അവിടെ 2 കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ. ഈ 2 കോഴ്സും ഈ ഒരു സെയിം പേപ്പർ വെച്ചിട്ട് CUT വെച്ചിട്ട് നമുക്ക് എന്തിട്ടും അഡ്മിഷൻ കിട്ടും. പിന്നെ വരുന്നത് ഈ ഒരു പോണ്ടിച്ചേരിനെ പറ്റി പറയാനാണെങ്കിൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് MSc ഫുഡ് സയൻസ് ടെക് ഉള്ള ഒരു കോളേജാണ് ഇത് പോണ്ടിച്ചേരി. അവിടെ ആയിരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഒരു MSc കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് പിന്നെ പോണ്ടിച്ചേരി എല്ലാവർക്കും അറിയാം, അവിടെ UG PG എല്ലാം കൂടെ ഉള്ള വലിയ യൂണിവേഴ്സിറ്റി ആണ്. സോ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പോണ്ടിച്ചേരിയിലാണ് നമ്മുടെ ഈ ഫുഡ് ടെക്കിലുള്ള കോളേജിലുള്ളത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ഇത് 2012 ഈ ഒരു പഞ്ചാബ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. സോ അപ്പൊ തുടക്ക കാലങ്ങളിൽ ഇവിടെ ഫുഡ് ടെക്കിന്റെ കോഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എക്യുപ്മെന്റ്സും കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ അവർ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പോൾ റാങ്കിങ്ങിൽ 7th വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ എക്യുപ്മെന്റ്സ്, ഇപ്പോൾ ലയോഫിലൈസർ, അങ്ങനെ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് വരെ ഇപ്പോൾ ഈ ഒരു വർഷമുള്ള സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഒരു പുതിയ യൂണിവേഴ്സിറ്റി ആണ്. സോ ക്യാമ്പസ് ലൈഫിന്റെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റഡ് ആണ്. കാരണം PG കോഴ്സസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. 1-2 UG കോഴ്സസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പഞ്ചാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അക്കാഡമിക്കലി റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോണ്ടിച്ചേരിയേക്കാളും ഹയർ റാങ്കിങ് ആണ്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ അത്ര എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, പുതിയ ഫാക്കൽറ്റീസ് ആണ്, 4-5 ഫാക്കൽറ്റീസും കാര്യങ്ങളും ഉള്ളൂ. പക്ഷെ പഞ്ചാബിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസർട്ടേഷൻ കമ്പൽസറി ആണ് PGക്ക്. ഈ ഒരു ഡെസർട്ടേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ
നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് യൂസ്ഫുൾ ആക്കാൻ കഴിയും. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡെസർട്ടേഷൻ ഏതെങ്കിലും ഒരു ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫുഡ് കമ്പനിയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൂടെ ഡെസർട്ടേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഫോക്കസ് ജോബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു PG കഴിയുമ്പോൾ തന്നെ ഇപ്പൊ 6 വർഷം, ഞങ്ങൾക്ക് 6 മാസമായിരുന്നു ഡെസർട്ടേഷൻ ഉള്ളത്. സോ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻ കേസ് 2 വർഷത്തെ PGന്റെ കൂടെ തന്നെ ഒരു 6 മാസത്തിന്റെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് PG ചെയ്യുമ്പോൾ കിട്ടും. സോ ഇപ്രാവശ്യം അത് 1 ഇയർ ആക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഡെസർട്ടേഷൻ ചെയ്യാൻ കഴിയും. ഒന്ന് ജോബ് ഇന്റേൺഷിപ്പിന്റെ പുറമെ നമുക്ക് ഡെസർട്ടേഷൻ ചെയ്യാം. സോ നമ്മുടെ കൊളീഗ്സ് ഒക്കെ ITC, ബ്രിട്ടാനിയ അങ്ങനെ വലിയ വലിയ കമ്പനീസിലൊക്കെ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഒരു ഡെസർട്ടേഷന് അവിടുത്തെ ലാബ് യൂസ് ചെയ്തിട്ട് അത് ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല പോണ്ടിച്ചേരിയിലും പഞ്ചാബിലും റിസർച്ചും ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും പുറത്തെ ലബോറട്ടറീസിലൊക്കെ പോയിട്ട് ഇപ്പൊ പോണ്ടിച്ചേരിയിൽ നിന്ന് അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ CFTRI പോലുള്ള ലബോറട്ടറീസിൽ പോയി അവിടുന്ന് റിസർച്ച് ചെയ്യാം. പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാബ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ പഞ്ചാബിലുള്ള ലാബും ഇപ്പോൾ CIL ലാബ് എന്ന് പറഞ്ഞ സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ലാബ് ഹൈ ലാബ് തന്നെയാണ്. എല്ലാ എന്താണ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആ ഒരു ലാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ റിസർച്ച് ചെയ്യാം. സോ സ്വന്തം പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാം. പിന്നെ പേപ്പർ പബ്ലിഷിങ് കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്താൽ അത്തരം കാര്യങ്ങൾ നമുക്ക് അക്കാഡമിക് ലൈഫാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അതായത് PhD അത്തരം കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 യൂണിവേഴ്സിറ്റീസിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഹെൽപ്ഫുൾ ആക്കാൻ കഴിയും ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ട്. പിന്നെ ഈ റിസർച്ച് സ്കില്ലും കാര്യങ്ങളും ഡിസർട്ടേഷന്, ടൈപ്പിംഗ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്ന 4 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് IRF റാങ്കിൽ ബാക്കിലാണ്, പക്ഷേ ഇവിടെയും MSc പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബാബാ സാഹിബ് ഭീമാറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ആണ്, ലക്നൌവിലാണ് വരുന്നത്, UP വരുന്നതാണ്. റാങ്കിങ് കുറവാണ്, 19 ആണ്, പക്ഷെ അവിടെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ BHU ആദ്യം MSc ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ MVOC ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റാങ്കിങ്ങിൽ മുന്നിൽ തന്നെയാണ് BHU, എല്ലാവർക്കും അറിയാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ്, റാങ്കിങ് 3 വരുന്ന യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ അവിടെ MVOC ആണുള്ളത്, MSc ഇല്ല. പിന്നെ വരുന്നത് മിസോറാം യൂണിവേഴ്സിറ്റി ആണ്, വളരെ പിന്നോട്ട് റാങ്കിങ് ആണ്, 25 ആണ്, പക്ഷെ അവിടെയും ടെക്നോളജി ഉണ്ട്. രാജീവ് ഗാന്ധി കുഴപ്പമില്ലാത്ത റാങ്കിങ്, പക്ഷേ ഇത് അരുണാചൽ പ്രദേശിലാണ്, ഭയങ്കര ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ ഇത്തരം യൂണിവേഴ്സിറ്റി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആകെ നല്ലൊരു ഓപ്ഷൻസ് ആയിട്ടുള്ളത് വെറും ഈ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സോ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 സീറ്റാണ് MSc ഫുഡ് സയൻസിനുള്ളത്. പിന്നെ 25 സീറ്റ്സ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ. സോ ഈ ഒരു 50 സീറ്റിനാണ് ഇന്ത്യയിലുള്ള 90% CUT ഫുഡ് ടെക് എഴുതുന്ന സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു 2 യൂണിവേഴ്സിറ്റീസിലുള്ള ഫുഡ് ടെക് സീറ്റിനാണ്. ബാക്കിയുള്ള കോളേജിന്റെ സീറ്റിനൊന്നും അത്ര എന്തില്ല, ഡിമാൻഡ് ഇല്ല. പക്ഷെ ഈ ഒരു 2 യൂണിവേഴ്സിറ്റിന്റെയും എന്താണ് ഫുഡ് ടെക് സീറ്റിന് ഭയങ്കര ഡിമാൻഡ് ആണ്. സോ ഇത്രയും സ്റ്റുഡൻസ് ഇപ്പോൾ 5000-10000 സ്റ്റുഡൻസ് വരെ ഒരു എക്സാം എന്താണ് ഫുഡ് ടെക് എക്സാം എഴുതാറുണ്ട്. സോ ഇത്തരം ഈ ഒരു 6000-7000 സ്റ്റുഡൻസും ഈ ഒരു 50 സീറ്റിനാണ് എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോഴ്സ് പോലെയല്ല, ഈ ഒരു കോഴ്സിന് ഭയങ്കര എന്താണ് കോമ്പറ്റീഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് 80% സ്റ്റുഡൻസിനും ഈ ഒരു 2 യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ലേണിംഗ് ഉള്ളത്. സോ ഫസ്റ്റ് ബാച്ചിന് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ മാത്രമല്ല, ചില യൂണിവേഴ്സിറ്റീസിലും അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഈ ഒരു CUT അറ്റൻഡ് ചെയ്യുന്ന. സോ കൊച്ചിയിലെ കുസാറ്റ് ആണ്. സോ അവിടെ എന്തുണ്ട്, ഈ ഒരു കോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ്, ഫീസ് അത്ര കുറവായിരിക്കും. പക്ഷെ അവിടെ ഫുഡ് ടെക് അല്ല, MSc സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് ആണ്, ഒരു വേറെ കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഈ എക്സാമും വേറെ കുറെ എക്സാം ചെയ്താലും ആ ഒരു സീറ്റിന് എന്താണ് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, അതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ്, അതും MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. വേറെയും കുറെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര എന്താണ് ഫേമസ്, അത്ര വലിയ യൂണിവേഴ്സിറ്റി അല്ലാത്തതുകൊണ്ടാണ്, അത്രയും പോപ്പുലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത്. എന്തായാലും പറയുന്നതാണ്. പിന്നെ ഒരു അമിറ്റി യൂണിവേഴ്സിറ്റി, LPU ലവ്ലി പ്രൊഫഷണൽ പഞ്ചാബിലുള്ളതാണ്. ഇത് രണ്ടും പ്രൈവറ്റിൽ അല്ല, ടോപ്പ് നോച്ച് ഇൻഡസ്ട്രി കോളേജ് യൂണിവേഴ്സിറ്റി ആണ്. ഇത് പ്രൈവറ്റ് ആണ്, നല്ല ഫീസും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ നല്ലൊരു യൂണിവേഴ്സിറ്റീസ് ആണ്, നല്ല ക്യാമ്പസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ എന്താണ് ഇവിടെ ഈ ഒരു CUT മാത്രമല്ല, അവർക്ക് സെപ്പറേറ്റ് എക്സാമും പിന്നെ സെപ്പറേറ്റ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട്. CUT എന്തല്ല നിർബന്ധമല്ല. സോ അവിടെയും ഈ ഒരു MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫുഡ് ടെക്കിനുള്ള എന്തുള്ളത് കോളേജ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇനി സോ ഇത്രയും ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു 2 കോളേജിന്
മെയിനായിട്ട് പഞ്ചാബും പോണ്ടിച്ചേരിയും ഇതിന് രണ്ടിനും ഉള്ള ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഒരു 90% സ്റ്റുഡൻസ് ആ റാങ്ക് ലിസ്റ്റിലുള്ള 90% സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലുള്ള സ്റ്റുഡൻസ് കൂടുതലും പ്രിഫർ ചെയ്യുക പോണ്ടിച്ചേരിയാണ്, ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. സോ അത്തരം ആ ഒരു കുറഞ്ഞ ലിമിറ്റഡ് സീറ്റിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രിപ്പറേഷനും കാര്യങ്ങളും എന്താണ് നിർബന്ധമാണ്. എന്താണ് ജസ്റ്റ് കാരണം ഇത്തരം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് 50 സീറ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം നമുക്ക് ഇവരുടെ സിലബസ് എന്താണ്, നമ്മുടെ ഈ ഒരു ഫുഡ് സിലബസ് കറക്റ്റ് ഫുള്ള് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിലും അങ്ങനെ വീണ്ടും വീണ്ടും വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ സിലബസ് ആണ് കവർ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിനി പറയാം. സോ ആദ്യം തന്നെ ഞാനൊരു സിലബസ് ജസ്റ്റ് ഒന്ന് എന്താണ് പെട്ടെന്ന് പറഞ്ഞുതരാം. സോ സിലബസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇൻട്രൊഡക്ഷന് മാക്രോ ന്യൂട്രിയൻസ് ബ്രൗണിങ് ഒരു സിലബസ് ആണ്. പിന്നെ ഈ തിയറി പോർഷൻസ് എന്നാണ് കൂടുതലായിട്ടും ആ ഒരു എക്സാമിന്റെ ഒരു 75% സോറി ആ ഒരു എക്സാമിന്റെ 75% ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു തിയറി പോർഷൻസ് എന്നാണ്. അതിൽ മെയിനായിട്ടും സിറൽസ്, പൾസസ്, വീറ്റ് ഗ്രെയിൻ, മിൽക്ക്, അങ്ങനെ ഡിഫറെന്റ് ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാ ഇയറിനും ഒരേ ടോപ്പിക്ക് എന്നല്ല വരാം. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം ചോക്ലേറ്റിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മുന്നത്തെ പ്രാവശ്യം വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഇന്നത്തെ ടൈം ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സാറിനോട് ഡൗട്ട് ഉള്ളവരൊക്കെ ലാസ്റ്റിൽ നമുക്ക് Q&A സെഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെ ഡൗട്ട് ആണുള്ളത്, യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സാറിനോട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ റിതു സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പൊ റിതു സാർ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. റിതു സാർ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുകയാണ് ഫ്രം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പൊ സാർ പ്ലീസ്. ഗുഡ് ഈവനിങ്. എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? അതെ. സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ ആണ്. സോ ഞാനിപ്പോ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന SCQP12 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫുഡിന്റെ ഒരു സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ കോഡിന്റെ അണ്ടറിൽ വരുന്ന ഓരോ കോഴ്സസ് ആണ്. ഇപ്പൊ അക്ഷയ് സാർ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പോൾ ഈ കോഡിന്റെ അണ്ടറിൽ വരുന്ന സിലബസ് തന്നെയായിരിക്കും ഈ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും വരുന്ന ഒരു സിലബസ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു ബേസിസിൽ ആ ഒരു സിലബസ് ആണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു കോഡിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ എക്സാമിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇത് NTA ആണ് നടത്തുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ നീറ്റ്, അതുപോലെ തന്നെ JEE ഒക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് CUET നടത്തുന്നത്. ഒരു 10 years ബാക്ക് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും സെപ്പറേറ്റ് എക്സാമിനേഷൻസ് ആയിരുന്നു. ഇപ്പോൾ പോണ്ടിച്ചേരിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പഞ്ചാബിനാണെങ്കിലും ഓരോ ടൈമിലായിട്ട് ഡിഫറെന്റ് എക്സാമിനേഷൻസ് ഒക്കെ ആയിരുന്നു അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ CUET എക്സാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതൊക്കെ ക്ലബ് ചെയ്തിട്ട് ഒരു എക്സാം ആയിട്ട് മാറ്റിയിട്ടു. CUET നമുക്കറിയാം അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മുടെ CUETന്റെ മാർക്കിന്റെ ബേസിസിൽ നമുക്ക് സ്കോളർഷിപ്പും അഡ്മിഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നോർമലി ഇപ്പൊ CUETന്റെ എക്സാം വരുന്നത് മാർച്ച് മന്ത് പോലെ ആയിട്ടായിരിക്കും. അതായത് ഇപ്പോ 2025 ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ മാർച്ച് 19 പോലെ ആയിരിക്കും. മാർച്ച് 19 നമ്മുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ആ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാർച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ പോലെ നമുക്ക് അടുത്ത വർഷം ഈ എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇനി എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നമ്മളുടെ എക്സാമിന് ഉണ്ടാവുക.
ഈ 75 MCQ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടുന്നത് 1.5 hours ആണ്. അത് 1.5 മണിക്കൂറാണ് കിട്ടുക, 90 minutes. ഇതില് ഒരു ക്വസ്റ്റ്യന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 minute 12 seconds ഒക്കെ ആയിട്ടായിരിക്കും വരാം. മോസ്റ്റ്ലി ഇപ്പൊ നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്തതുകൊണ്ട് ടൈം നമുക്ക് ഒരു തിയറി ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ടൈം കിട്ടാറുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് 4 marks കിട്ടും. തെറ്റാണ് നമ്മൾ ക്ലിക്ക് ആക്കി വെച്ച അതുപോലെ തന്നെ ഒരു 1 mark മൈനസ് ആവും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യന് മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രീതിക്കായിരിക്കും. അപ്പൊ 75 ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും 4 mark വീതം വെച്ചിട്ടായിരിക്കും നമുക്ക് മാർക്കിംഗ് പാറ്റേൺ ഒക്കെ ഏകദേശം അതുപോലെ ആയിരിക്കും വരിക. പിന്നെ ഇത് ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട്. ഈ കോഴ്സുകൾ ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മളുടെ 2025 ബേസിസിൽ ഉള്ള യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റീസും. ഇതൊക്കെയാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യുസാറ്റും കേരളത്തിലുള്ള കുട്ടികൾക്ക് കുറച്ച് അടുത്തായിരിക്കും. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ അവിനാശ് ലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് രണ്ടും കോയമ്പത്തൂര് തമിഴ്നാട് ഭാഗത്തായിട്ടായിരിക്കും. അപ്പൊ അതും ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഒരുപക്ഷെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവര് CUET-ന്റെ സ്കോറും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അമിറ്റിയും അതുപോലെ തന്നെ മണിപ്പാല്, രാമയ്യ, ഇതൊക്കെ ഭയങ്കര ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോ ഇവര് CUET-ന്റെ മാർക്കിന്റെ ബേസിസിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത്. ഹലോ, സ്ലൈഡ് മാറുന്നില്ല. എന്താ സ്ലൈഡ് മാറുന്നില്ല, സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. അത് പ്രസന്റേഷൻ വ്യൂവിൽ ഇട്ടിട്ടാണ് കാണാത്തത്. അപ്പൊ ഇപ്പൊ സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും ഇപ്പൊ ആവുന്നുണ്ടോ? ഹലോ, നോ മാം, ആവുന്നില്ല. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പൊക്കോട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പം
അപ്പോ എക്സാമിന്റെ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അല്ല ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ 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 ഞാൻ അയച്ചു. ഓക്കെ, അപ്പൊ ഞാനിനി 2023 പാറ്റേൺ 2025 പാറ്റേണും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കുറെ പേര് ഇപ്പൊ എന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഫസ്റ്റ് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് പറയുന്നത്. 2023 മുമ്പുള്ളതൊക്കെ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പറയുമ്പോൾ ഇപ്പൊ 2-3 വർഷമായിട്ട് 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞ ഒരു എക്സാം പാറ്റേൺ പോലെ തന്നെ. മുമ്പ് ഈ 100 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് 25 പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പൊ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് അതുപോലത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബാക്കി 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഡൊമെയിൻ, അതായത് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് വരിക. പക്ഷെ ഇപ്പൊ നമുക്ക് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഈസിനെസ് ഉണ്ട്. പിന്നെ എക്സാമിന്റെ ഡ്യൂറേഷൻ ആണെങ്കിലും മുമ്പ് 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ 1 മണിക്കൂർ 30 മിനിറ്റേ ഉള്ളൂ. ടൈം ഒരു ക്വസ്റ്റിന്റെ ടൈം മുമ്പ് കുറവായിരുന്നു, ഇപ്പൊ കൂടുതലാണ്. 23 മുമ്പുള്ള പാറ്റേണിൽ 400 മാർക്സിനായിരുന്നു ടോട്ടൽ ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. ടോട്ടൽ മാർക്സ് 400 ആണ്. ഇപ്പം 300 മാർക്കിലാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. പിന്നെ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം 2025 ആണ് എന്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിലബസ്, ഓരോ രീതിയായിരിക്കും പഠിക്കാൻ. പക്ഷെ ഞാനിപ്പോ എന്റെ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ജാനുവരിയിൽ നിന്നിട്ടാണ്. കുറച്ചൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ബേസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് ഞാൻ എല്ലാവരിലും ജോയിൻ ആക്കിയത്. അപ്പൊ ആ ഒരു സിലബസ് അപ്പൊ തൊട്ടാണ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പാണെങ്കിലും ഞാൻ റാൻഡം ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാക്കിയിട്ട് അങ്ങനെ പഠിക്കലായിരുന്നു. പക്ഷെ അതിനുശേഷം സിലബസ്, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ സിലബസ് ആദ്യം എന്താന്ന് നോക്കി അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഞാൻ അതിന് മുമ്പ് ന്യൂട്രീഷൻ രീതിക്കുള്ള കുറെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ ഉണ്ട്, പക്ഷെ ഒരുപാട് ഡീപ്പ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം സിലബസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ PYQs, അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് സിലബസ് ഒരു സ്മൂത്ത് വേയില്, ഒരു റഷ് ഇല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് സിലബസ് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഈ CUET ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ ഇപ്പൊ എക്സാമിന് ഒരു 1 മന്ത് ബിഫോർ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോ കംപ്ലീറ്റ് ആകാൻ പറ്റിയില്ലെങ്കിലും ന്യൂ ടോപ്പിക്സ് ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിക്കാതിരിക്കാൻ നോക്കുക. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ 2025 എക്സാം നോക്കുകയാണെങ്കിൽ എക്സാം ആരുടെ അടുത്ത് ചോദിച്ചാൽ അത് ഈസി ആയിരിക്കും എന്ന് പറയും. കാരണം ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആയിരുന്നു, ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഈ 2025 ഈസി ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും എവിടെ തെറ്റ് പറ്റി വെച്ചാൽ ഓപ്ഷൻസ് ഒക്കെ ഐഡന്റിഫിക്കലായിരുന്നു. അതായത് രണ്ട് ഓപ്ഷൻസും ഒരേ, നമുക്ക് അറിയാം ആൻസർ എന്താന്ന്, പക്ഷെ അതിലത്തെ ഏത് ഓപ്ഷൻ ആണെന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു കോൺസെപ്റ്റിന്റെ അടുത്തുള്ള ഒരു ഡീപ്പ് നോളേജ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടും കംപ്ലീറ്റ് ചെയ്തത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ PYQs ഞാൻ പറഞ്ഞ പോലെ അത് PYQs സോൾവ് ചെയ്തിട്ട് തന്നെ പഠിക്കാന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻട്രൻസിൽ പഠിക്കുന്ന സമയത്ത് ഒരു 1 മന്ത് ബിഫോർ തന്നെ PYQs മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട്. അപ്പോഴാണ് നെഗറ്റീവ് മാർക്സിന് നമ്മൾ എത്ര പെർസെന്റേജ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയുകയാണെങ്കിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് കിട്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എത്ര അറിയുകയാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് അവിടെയാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് പ്രാക്ടീസ്, ഇപ്പൊ സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും മോക്ക് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ അങ്ങനെ അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്.
വേറെ സിലബസ് ഓരോ ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ചില ടോപ്പിക്സ് ഇൻഡീപ്പായിട്ട് പോകേണ്ടതായിട്ടുണ്ടാകും, ചിലത് അത്രയ്ക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിനു മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അടുത്ത വർഷം എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോ എനിക്ക് പേഴ്സണലി സീരിയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ച് ഡീപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കറി ഒക്കെ ഞാൻ ശരിക്കും ഒരു അത്രയ്ക്ക് കെയർലെസ് ആയിട്ട് വിടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ മെന്റേഴ്സ് എന്റെ അടുത്ത് അത് അത്ര ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴാണ് എനിക്ക് അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള നോളേജ് അത് വേണം. ചുമ്മാ ബിസ്ക്കറ്റ് കുക്കീസിന്റെ ഡിഫറൻസ് മാത്രം പോരാ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കിനും അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്. ഒരുപാട് ഡീപ്പായിട്ട് ഒരു ടോപ്പിക്കിന് തന്നെ പോവാതെ എല്ലാം ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. താങ്ക് യു. സോ മച്ച് റിതു. അപ്പൊ നമുക്ക് ഏകദേശം ഈ കോഴ്സിനെ കുറിച്ച് ഒരു ധാരണ കിട്ടി അല്ലേ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയാസ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ഏകദേശം ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഹലോ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ മാഡം, നമ്മളിപ്പം MSc ന്യൂട്രീഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി എടുക്കുകയാണെങ്കിലും ഒക്കെ CUT-ന്റെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയാവോ? MSc ഫുഡ് സേഫ്റ്റി അല്ല, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ആണ് ഈ പോണ്ടിച്ചേരിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ സെയിം എക്സാം തന്നെയാണ്. അതായത് ഫുഡ് ടെക്കിന്റെ ആ സിലബസ്, ഫുൾ സിലബസ് നമുക്ക് എന്ത് ചെയ്യണം, ആ ന്യൂട്രീഷൻ മാത്രം. ഹലോ, എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അച്യുത് സാറിന് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. റിത്തുവിന് ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറയാവുന്നതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കുമോ? മാഡം, നമ്മളിപ്പോ MSc ഫുഡ് സേഫ്റ്റി അല്ല ഫുഡ് സയൻസ് ടെക്നോളജിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ന്യൂട്രീഷൻ ആയിരുന്നു. ഫുഡ് ന്യൂട്രീഷൻ, MSc ന്യൂട്രീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ CUT തന്നെ നമുക്ക് ക്രാക്ക് ചെയ്താൽ മതിയാവും? ഇപ്പൊ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഞാൻ ഇപ്പൊ പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഇവിടെ 35 സീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ CUT-ന്റെ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ. അപ്പോൾ അവരും ആദ്യത്തെ ഓരോ കോളേജസും ഇതുപോലെ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരിയിലാണ് ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ ന്യൂട്രീഷൻ ബേസ്ഡ് ആണെങ്കിൽ പോണ്ടിച്ചേരി നോക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെയിം കോഡിൽ തന്നെ ആയിരിക്കും നമ്മൾ എക്സാം എഴുതുക അല്ലെ? അതെ ഞാൻ പറഞ്ഞില്ലേ, SCQP 12 ആണ് നമ്മുടെ സെയിം കോഡ്. അപ്പൊ ആ കോഡിന്റെ അണ്ടറിൽ വരുന്ന സിലബസ് പഠിച്ചാലാണ് നമുക്ക് ഈ എക്സാം സെയിം ആയിരിക്കും. അതിപ്പോ ഫുഡ് ടെക്നോളജി ആണെങ്കിലും ഇപ്പൊ എംബോ ഫുഡ് പ്രോസസിംഗ് മാനേജ്മെന്റ് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട്, ഇത് ഏതാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും, ഇതേ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ ഞാൻ മാഡത്തിനോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ന്യൂട്രീഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരിക നമ്മൾ MSc പഠിക്കുമ്പോൾ? ഹലോ, നേരത്തെ വോയിസ് നെറ്റ്വർക്ക് പോയതാണ്. ആ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് ഫീൽഡാണ്. അപ്പം ഫുഡ് ടെക് ഫീൽഡും ന്യൂട്രീഷൻ ഫീൽഡും. ഇപ്പൊ ന്യൂട്രീഷൻ കൂടുതലായിട്ടും ഹോസ്പിറ്റൽ ആ ഒരു ടൈപ്പ് ഫീൽഡിലാണ്. അപ്പോൾ അതിന്റെ ആ ഒരു വേക്കൻസി ന്യൂട്രീഷൻ
ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രണ്ട് രണ്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നിനേക്കാൾ മികച്ചത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ അത് ഓരോരുത്തർക്കും ഓരോ അംബിഷൻസും കാര്യങ്ങളും ഉണ്ടാവല്ലോ. ചിലവർക്ക് ന്യൂട്രീഷൻ ഫീൽഡിലായിരിക്കും പോകാൻ താല്പര്യം ഉണ്ടാവുക, അല്ലാതെ അത് ഒരു സെക്കൻഡ് ഡിഗ്രി ആണെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. കാരണം ഞാൻ BSc കഴിഞ്ഞിരിക്കുന്ന ആളാണ്, അപ്പൊ എനിക്ക് ഇനി MSc കാര്യങ്ങളായിരുന്നു അറിയുന്നത്. ഓക്കെ, താങ്ക് യു. ഹലോ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും? എനിക്ക് ഒരു ഓക്കെ, ചെറിയ ചാറ്റിൽ ഒരു ഡൗട്ട് ഉണ്ട്. BSc ബയോടെക്നോളജിക്ക് ഓക്കെ, ബയോടെക്നോളജി എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും പറ്റില്ല. പോണ്ടിച്ചേരിയിൽ ബയോടെക്നോളജിക്ക് അഡ്മിഷൻ ചാൻസ് കുറവാണ്. പക്ഷേ പഞ്ചാബ് അവിടെ അവരുടെ ഒന്നും എന്താണ് ഈ ഡിഗ്രിക്ക് അത്ര പ്രശ്നമല്ല. അപ്പൊ അഗ്രികൾച്ചറിൽ നിന്ന് മാത്സ് ഇല്ലാത്ത സ്റ്റുഡൻസിനെയും ഇവിടെ ഫുഡ് ടെക്കിന് അഡ്മിഷൻ ചെയ്യുന്നുണ്ട് പഞ്ചാബിൽ. പോണ്ടിയിലും എന്താണ് ഫുഡ് ടെക് റിലേറ്റഡ് കോഴ്സസിനെ കൂടുതലും പ്രിഫർ ചെയ്യുന്നുള്ളൂ. ബയോടെക് എടുക്കും എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവാണ്. പക്ഷേ ബയോടെക്നോളജിക്കാർക്ക് എന്ത് ചെയ്യാം, പഞ്ചാബിൽ ഫുഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഹലോ, ഇവിടെ വന്ന എല്ലാവരോടും ചെറിയൊരു കാര്യം പറയാണ്ട്. ഫുഡ് ടെക്നോളജി നിങ്ങൾക്ക് ആകെ 4 ക്യാമ്പസിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്, CUT-യിൽ. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റിൽ ആണെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി പോലുള്ള, അല്ലെങ്കിൽ JSS മൈസൂർ പോലുള്ള നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. CUT-ൻ്റെ അണ്ടറിൽ പ്രൈവറ്റ് ക്യാമ്പസുകളിൽ ഏകദേശം 6 ക്യാമ്പസിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ക്യാമ്പസിൽ ന്യൂട്രീഷനും വരുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി, അതായത് നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിന് ഏകദേശം ഒരു 60,000 മുതൽ 1.5 ലക്ഷം വരെയൊക്കെ ചില ക്യാമ്പസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് 295 സ്കോറിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ അമിത് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. അതായത് 295, 300-ൽ 295, അതായത് 74 ക്വസ്റ്റ്യൻ ശരിയാവണം. സോ അത്ര ക്വസ്റ്റ്യൻ ശരിയായാലും നിങ്ങൾക്ക് അവിടെ സൗജന്യമായിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ പലരും പ്രൈവറ്റ് ക്യാമ്പസിനെ കുറിച്ച് നോക്കാറില്ല. അപ്പോൾ ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുള്ളവർക്ക് എന്താക്കാം, അങ്ങനെ ഒരു ക്യാമ്പസും ഒരു ഓപ്പർച്യൂണിറ്റീസും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതാണ്. സോ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, MSc ബയോടെക്നോളജി or MSc ഫുഡ് ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫീൽഡാണ്. ബയോടെക്നോളജി ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അത് IIT പോലുള്ള ക്യാമ്പസിലും കാര്യങ്ങളിലൊക്കെ ഈ ബയോടെക്നോളജി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബയോടെക്നോളജി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റീസ് ട്രൈ ചെയ്യാം. IIT പോലുള്ള യൂണിവേഴ്സിറ്റി, IIT ഗോർക്കി, റായ്പൂർ, അവിടെയൊക്കെ നല്ല MSc ബയോടെക്നോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്താലാണ് ഈ ബയോടെക്നോളജിയും കാര്യമൊക്കെ കൂടുതൽ വാല്യൂസും കാര്യങ്ങളും കിട്ടുള്ളൂ. പിന്നെ രണ്ട് ടൈപ്പ് തന്നെയാണ്. ബയോടെക്നോളജി കൂടുതലായിട്ടും ഫുഡ് ടെക്നോളജി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിലും കാര്യങ്ങളിലുമാണ് ജോബ് നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ജോബ്സ്, ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അങ്ങനെ FSSI, ആ ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് ടെക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിലബസും കാര്യങ്ങളും ഏകദേശം സിമിലർ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ബയോടെക്നോളജി ഒന്നുകൂടെ എന്താണ് തിയറി ബേസിസിൽ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഫുഡ് ടെക് കൂടുതലായിട്ട് ഫുഡ് ഏരിയയും കാര്യങ്ങളും മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ബയോടെക്നോളജിയിൽ ബാക്കിയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യും. കൂടുതലായിട്ട് എൻസൈമാറ്റിക്കും കാര്യങ്ങളും ആ ഒരു ടെക്നോളജി കൂടുതലായിട്ട് പോകും. നമ്മളിവിടെ സയൻസ് മാത്രമായിരിക്കും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. സോ പിന്നെ ഫുഡ് റിലേറ്റഡ് ടെക്നോളജീസ് മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഫുഡ് ടെക്നോളജിയിൽ ബയോടെക് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സർ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുമ്പോഴും CUET-യുടെ ആവശ്യമുണ്ട്, അത് അതിനുവേണ്ടി സെപ്പറേറ്റ് എക്സാം ഉണ്ടോന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ രണ്ടിൽ ആർക്കെങ്കിലും ആൻസർ ചെയ്യാവുന്നതാണ്. JSS മൈസൂരാണ് വേറെ എക്സാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ VIT വെല്ലൂരും വേറെ എക്സാം വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ലൈക്ക് അമിത് യൂണിവേഴ്സിറ്റി, പിന്നെ SRM-ൽ CUT സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ സ്വന്തം എക്സാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ക്യാമ്പസുകളുണ്ട് പ്രൈവറ്റ്. പിന്നെ അതിലെവിടേക്കാണ് ഫുഡ് ടെക്നോളജി ഉള്ളത്, എവിടേക്കാണ് ബയോടെക്നോളജി ഉള്ളത്, എവിടേക്കാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഉള്ളത് എന്നുള്ളത് നമ്മൾ അവരെ വെബ്സൈറ്റിൽ കയറി നോക്കണം കേട്ടോ. പിന്നെ CUT സ്കോർ അല്ലാതെ നിങ്ങൾക്ക് അവിടെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നമല്ല, പോകാൻ പറ്റും, ഡയറക്റ്റ് പോകാൻ പറ്റും ഇന്റർവ്യൂ എടുത്തിട്ട്. പക്ഷെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒന്നും കൂടെ ഫീസ് കൂടും. അതായത് CUT സ്കോർ എത്രയാണോ ഉള്ളത് നിങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. CUT സ്കോർ ഇല്ലാതെയും പോകാൻ പറ്റും.
ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കാനായിട്ട്? ഡൗട്ട്സ്? BSc അഗ്രികൾച്ചർ എടുത്തവർക്കും ഫുഡ് ടെക്നോളജി എടുക്കാൻ പറ്റുന്നതാണ്. എന്താ ഇപ്പോൾ പഠിക്കുന്ന +2 മാത്സും അതേപോലെ മാത്സ് സയൻസ് ആവണം. പിന്നെ അത് മാത്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ ഈ ഒരു ഫുഡ് ടെക്, പിന്നെ ബാക്കിയുള്ള BBA അങ്ങനെ യൂണിവേഴ്സിറ്റീസിലേക്ക് ഫുഡ് ടെക് പറ്റും. പോണ്ടിച്ചേരിയിലാണെന്നുണ്ടെങ്കിൽ മാത്സ് കാര്യങ്ങൾ കമ്പൽസറി ആണ്. പിന്നെ ഫുഡ് ടെക് റിലേറ്റഡ് കോഴ്സസ് തന്നെ ആവും വേണം. സോ അവിടെ അഗ്രികൾച്ചർ പറ്റും, പക്ഷെ അവിടെ മാത്സ് എന്തോ അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. പഞ്ചാബിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഓൺലൈൻ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ആവുന്നത് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ആയിട്ട് 2 മാസമായിട്ടോ. ഞങ്ങൾ 2 month ആയിട്ട് ക്ലാസ് ഓൺഗോയിങ് ആണ്. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു നമ്പർ ഇടാം, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് റിലേറ്റഡ് കാര്യങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. പിന്നെ ക്ലാസ്സിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. സോ ഇതുവരെ എടുത്ത ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം വിട്ടുപോയത്, ഈ റീതു എന്ന് പറയുന്ന സ്റ്റുഡന്റ് നമ്മുടെ കഴിഞ്ഞ വർഷം സ്റ്റുഡന്റ് ആയിരുന്നു. കഴിഞ്ഞ CUT എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വന്ന സ്റ്റുഡന്റ് ആണ്, രണ്ട് സ്റ്റുഡന്റ് തന്നെയാണ്. സോ അതൊരു എന്താണ് അഭിമാനത്തോടെ പറയാണ്. സോ ആ ഒരു എക്സാമിൽ 203-4 സ്കോർ ചെയ്തിട്ടുണ്ട്. സോ അതോടെ ഒന്ന് പറയാണ്. ഹലോ, നേരത്തെ ഋതു മാം പറഞ്ഞു ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓൾമോസ്റ്റ് എത്ര മന്ത് എടുക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പേ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഓൾറെഡി, ഞാൻ ഫുഡ് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് BSc ചെയ്തത്. അപ്പൊ ആ ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. നമ്മൾ പഠിച്ച ഫസ്റ്റ് സെം തൊട്ട് പഠിക്കുന്നൊക്കെ റിവൈസ് ചെയ്തു എന്നല്ലാതെ സിലബസ് നോക്കി കറക്റ്റായി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി തൊട്ട്. കാരണം ഞാൻ ജാനുവരിയിൽ എൻലാനിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് അവർ ഓരോ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ആ ഒരു എന്താ പറയാ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്ത് എന്താ പറയാ CUET എന്താ പറയാ അതൊരു അത് തന്നെയെന്ന് പറഞ്ഞിട്ട് അപ്പൊ തൊട്ട് ജാനുവരി തൊട്ടാണ് ഞാൻ ഫുള്ള് അതിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചത്. അല്ലെങ്കിൽ നമ്മളിപ്പോ വീക്കെൻഡ്സിലെ ടൈം കിട്ടുമ്പോ പഠിക്കുക അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അതിന് മുമ്പ് വരെ. പക്ഷെ ജാനുവരി തൊട്ടിട്ട് ഓരോ ദിവസവും നമ്മൾ CUETക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു സിലബസ് ഇങ്ങനെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ മെല്ലെ അത്ര സ്ട്രെസ് കൊടുക്കാതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ജനുവരിക്കുള്ളിൽ നമ്മൾ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്താൽ പിന്നീട് നമുക്ക് റിവിഷനും ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ഇത്തരം എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെത് നമ്മൾ എത്രത്തോളം സിലബസ് അറിഞ്ഞു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം അത് പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മുടെ മിസ്റ്റേക്സും കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്ക് ടൈം മാനേജ്മെന്റ്, പിന്നെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക, അത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. സോ അതിന് നമ്മൾ ഇപ്പോഴേ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ ഈസിയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എൻഡ് ടൈമിൽ ഭയങ്കര റഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവരെയും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് സഹൽ എന്നാണ്. ഞാൻ അലിഗഡിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, കഴിഞ്ഞ 2-3 വർഷത്തെ എക്സ്പീരിയൻസിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുമ്പിൽ വരാറില്ല. അപ്പോൾ വന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരമാവധി യൂസ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു CUT എക്സാം ഉണ്ടായിരുന്നു എന്നതിലുപരി ഇതിനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മിസ്സായത് ഒരു വർഷമാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും മിസ്സാവാതിരിക്കാൻ നിങ്ങളൊക്കെ ഡെയിലി ഒരു ഹവർ തന്നെ പഠിച്ചാൽ CUTയിൽ നല്ല സ്കോർ കിട്ടും. ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ 1 hour പഠിച്ചാൽ മതി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരിയിലേക്കൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഡെയിലി 4 hour 5 hour ഒക്കെ പഠിക്കേണ്ട രീതിയിലേക്ക് വരേണ്ടി വരും. സോ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ, അർഷദ് സാർ പറഞ്ഞു അധികം റിസ്ക് ഒന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ശരിയാണ്, വളരെയധികം ശരിയാണ്. ഞാൻ 2 month നല്ല രീതിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 month ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ 8 മണിക്കൂറാണ് പ്രിപ്പയർ ചെയ്തത്. 1 month മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളായിരുന്നു. അതിൽ യൂണിവേഴ്സിറ്റി ഞാൻ അപ്ലൈ ചെയ്ത എല്ലാ യൂണിവേഴ്സിറ്റിയിലും കിട്ടിയിരുന്നു, എക്സെപ്റ്റ് JNU. JNUയിൽ 2 മാർക്കിനായിരുന്നു പോയത്. ഞങ്ങളോട് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ വിചാരിച്ച ക്യാമ്പസിൽ വിചാരിച്ച സ്കോറിൽ
ജോയിൻ ചെയ്യാൻ പറ്റും. സോ പഠനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, കോളേജിൽ എക്സാമുകൾ ഉണ്ടാവും, ഐവികൾ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടാവും, കോളേജ് ഡേ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും. നമ്മളൊക്കെ ഡിഗ്രി ഓരോ കോളേജിൽ പഠിച്ചതാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ കോളേജിൽ നടക്കുമ്പോൾ നമ്മൾ അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ ബേക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടണം എന്നില്ല. സോ ഇപ്പോഴേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു അർഷദ് ആൻഡ് റിതു, പിന്നെ സഹൽ സാറിനും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വരീസും കഴിഞ്ഞ് എന്താ പറയാ, നമുക്കെല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ സെഷൻ ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.